പറഞ്ഞതുപോലെ രണ്ടാമത്തെ കല്യാണത്തിന് പോവുകയാണ്. പിന്നെ സെപ്റ്റംബർ 9th നമ്മുടെ സ്വന്തം മമ്പാടിൻ്റെ സ്വന്തം, നിലമ്പൂരിൻ്റെ സ്വന്തം, മമ്പാടിൻ്റെ സ്വന്തം ഫ്യൂച്ചർ ഫാക്ടറിയുടെ CEO തബ്ഷി മച്ചാൻ്റെ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഞാനും വൈഫും ഒരുമിച്ച് പോവുകയാണ്. അവനെ നമ്മൾ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കല്യാണത്തിന് ഇവള് ഇൻവൈറ്റ് ചെയ്യാതെ വരല്, പക്ഷേ ഇതിൽ ഇവൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോവുകയാണ്. നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 20 minutes ആയി. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് കാഞ്ഞങ്ങാട് എത്താറായി. പയ്യന്നൂരാണ് പെൺകുട്ടിയുടെ വീട്. അവിടെ വെച്ചാണ് ഫംഗ്ഷന്. നാളെ കോഴിക്കോട് വെച്ചുള്ള ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ നാളത്തെ ഫംഗ്ഷന് ഞങ്ങൾ പോകുന്നില്ല. നാളെ ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ച് ഓഫീസിൽ പോകണം. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് ഇന്നിപ്പോൾ അവൻ്റെ ഫംഗ്ഷന് പോയി അടിച്ചു പൊളിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും പിന്നെ ഈ കാസർഗോഡ് വിട്ടുള്ള കല്യാണത്തിനൊന്നും എനിക്കൊരു വൈബ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിൽ നോക്കാം എന്താണ് പയ്യന്നൂരാറ് വൈബായിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് വൈബ് ഉണ്ടാകുമ്പോൾ ആ ഒരു വൈബ് നമ്മളിലേക്കും പടരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വ്ളോഗ് അതിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ന്യൂ കമേഴ്സ് ആയിട്ട് അവർ ഞങ്ങളെ കളിയാക്കിയിട്ട് കൊല്ലും, നമ്മളാകെ ബേജാറാക്കിയല്ലോ. അതുകൊണ്ട് പിന്നെ അത്രത്തോളം എടുക്കാം. എത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ചെറിയ എന്തെങ്കിലും ക്ലിപ്സ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. നോക്കാമല്ലോ എന്താ പറ്റുന്നത്. കാരണം നമ്മൾ രണ്ടുപേരും പുതുമയുണ്ട്. അതൊരു നമ്മൾ സ്വന്തം സർക്കിളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ആ വീഡിയോ എടുക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. കാരണം ഇത് കളിയാക്കലുകൾക്ക് ഇടയിൽ വീഡിയോ എടുക്കണമെങ്കിൽ അത് ഒരു ടാസ്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ടീമായിട്ട്. അതിൽ കുറേ ആൾക്കാർ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കേൾക്കേണ്ടി വരും. അപ്പോൾ നോക്കാം, എന്തായാലും വെയിറ്റ് ആൻഡ് സീ. ഇത് ആക്ച്വലി ഒരു കാൻവർ പാകിസ്ഥാനി സൂട്ട് പോലെയുണ്ട്. ഇത് ഡിസൈൻ ചെയ്തത് ആഷിൻ്റെ കസിനാണ്. ഷീ സ്റ്റിച്ച് വെൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇപ്പൊ കാണിച്ചു തരാമോ? ഇത് ഭയങ്കര സ്ലോ. കാരണം ഇത് കാണിക്കുക പുറത്ത് ബാക്കിൽ കാണിക്കുക. നമ്മുടെ നീലേശ്വരം, കാവ്യാമാധവന്റെ നീലേശ്വരം നല്ല കിട്ടിലും ആംബിയർ. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ട്രാഫിക്കിൽ നമുക്ക് കുറച്ച് ഡിലേ ആണ്, ഇല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട ടൈമായി. പക്ഷെ ഇപ്പോൾ ഈ റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട്, ഭയങ്കര ട്രാഫിക്. റോഡിന്റെ വർക്കാണെങ്കിൽ തീർന്നെങ്കിൽ ഒരു 25-30 minutes എത്തേണ്ട സ്ഥലം. ഇപ്പൊ ഇത് തീർന്ന് കിട്ടിയെങ്കിൽ നല്ല അടിപൊളിയാണ്. നല്ല നമ്മളിപ്പോ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കെല്ലാം മുമ്പ് ഒരു 1.5 മണിക്കൂറിൽ എടുക്കുന്നിടത്ത് വെറും 1/2 an hour 40 minutes എത്തുന്നത്. അതേപോലെ പക്ഷെ വർക്ക് തീരുന്നില്ല. കുറേ നാളായി ഇങ്ങനെ ഡിലേ ആകാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പൊ മണ്ണ് മാന്തിക്കൊണ്ടേ ഉള്ളു. ഇനി അപ്പൊ തീരാനായിരിക്കും. ഇപ്പൊ ഇതെല്ലാം മണ്ണിട്ടിട്ട് ഇതെല്ലാം റെഡി ആക്കുമ്പോഴേക്ക് സമയം ടൈം എടുക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അതുവരെ സ്ട്രഗിൾ ആണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞെങ്കിൽ അത് ചിലതങ്ങനെ വികസനത്തിന് നമ്മൾ ചിലതെല്ലാം നമുക്ക് കുറച്ച് വിട്ടുവെച്ച് ചെയ്യേണ്ടി വരും. എന്നാലും നോക്കാം എത്ര വർഷം പോയി. 2026 തീർക്കാനാണ് പറഞ്ഞത്. 2026 ഒരു തീരുമാനമായില്ലേ ഇതിന്. 2027 2028 ആകുമ്പോഴേക്കെങ്കിലും മൊത്തത്തിൽ ഓപ്പൺ ആയി കിട്ടിയെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അങ്ങനെ നമ്മൾ മംഗലപ്പെരയിലെത്താനായി. പക്ഷേ നമുക്ക് ഞങ്ങൾ ചങ്ങായി ഷാഹിദിനെ കൂട്ടാണ്ട്, ഷാഹിദിനെയും റിബിനെയും. അങ്ങനെ അവരൊരു പറഞ്ഞ ലൊക്കേഷനിൽ തപ്പിക്കൊണ്ട് പോയാണ്. അവസാനം ഒരു കാട്ടുമൂലയിലെത്തി. കാരണം ഓരോ ദിവസം മുമ്പ് അവിടെ ഒരു മനയിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് തന്നെ ആയിരിക്കാം. ഞങ്ങൾ മന ഒന്നും കണ്ടില്ല. പക്ഷെ ഞങ്ങളതിന് അവരെ വെയിറ്റ് ചെയ്തതാ. ആകെ പെട്ടുപോലെ ഒരു ചെറിയ കുടിസ് റോട്ടിലെ കൂടി ഞാൻ എടുത്ത് തിരിച്ച് യൂട്ടേൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടത്. തിരിച്ചെടുക്കാനാണ് ഞാൻ ഒരു പുതിയ കാറ് പഠിച്ചവനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിന്. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ റോഡ് സൈഡ് നിൽക്കാനായിട്ട് ഞങ്ങൾ അവരെ കൂട്ടാൻ പോയാണ്. ഈ ഇടവഴിയിലൂടെ, നാടൻ ഇടവഴിയിലൂടെ പോകുമ്പോൾ രണ്ട് ആൾക്കാർ, 2 പിള്ളേർ നിൽക്കുന്നുണ്ട് അവിടെ. ആരോ അറിയാത്ത പോലെ. ഇവരാണ് ഞങ്ങൾ പറഞ്ഞ നടന്മാർ, ഷാഹിദും റിബിനും. അങ്ങനെ നമ്മൾ ഫൈനലി കല്യാണ വീട്ടിലെത്തി, മംഗലപ്പെരയിലെത്തി. നമ്മളെ കാസർഗോഡൻ ഭാഷ മംഗലപ്പെരയിലെത്തി. നമ്മൾ എത്തുമ്പോൾ കറക്റ്റ് അസർ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ പെണ്ണ് തൊപ്പിയിട്ടില്ലേ, തട്ടവിട്ട്. എന്താ ചെയ്യുക,
കറക്റ്റ് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ അവൻ്റെ നിക്കാഹ് കഴിഞ്ഞേനെ. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈമിനെത്തി. പിന്നെ കയറി ഉടനെ എല്ലായിടത്തുള്ളത് പോലെ വെൽക്കം ഡ്രിങ്ക്. പിന്നെ ഇവർ വെൽക്കം ഡ്രിങ്ക് കിട്ടി അവർക്ക്, ഷാഹിദിനും റിബിനും. എനിക്കത് കിട്ടിയില്ല, അവർ കുറേ വെയിറ്റ് ചെയ്യണം. അങ്ങനെ മെല്ലെ ഞാൻ വൈബ് നോക്കി, കല്യാണ വീടിൻ്റെ വൈബ് എങ്ങനെയുണ്ടതിന്. മോശമില്ല, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് ഒതുങ്ങി നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് അവൻ്റെ നിക്കാഹ് തുടങ്ങാറായി. ഖത്തീബ് ഉസ്താദിൻ്റെ നല്ല കിടിലം പ്രസംഗം ഉണ്ടായിരുന്നു. എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനും കല്യാണത്തിന് ദാമ്പത്യത്തെക്കുറിച്ച് തബ്ഷീറിന് മനസ്സിലാക്കാനും കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് മനസ്സിലാക്കാനും കല്യാണം കഴിച്ചവർക്ക് മനസ്സിലാക്കാനുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് അതിനിടെ ഞാൻ പന്തൽ നോക്കി. നല്ല കിടിലം പന്തൽ, നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പന്തലും കാര്യങ്ങളെല്ലാം നമ്മളെ കാസർഗോഡിൻ്റെ വൈബ് തന്നെ. നമ്മളെ സൗത്ത് ജില്ലേനെ കൈവിട്ടില്ല കല്യാണത്തിൻ്റെ പന്തൽ ഡെക്കറേഷനിലെല്ലാം. അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ നിൽക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിനിടെ നമ്മൾ കുറച്ച് മെയിനാന്ന് നോക്കി. നമ്മളെ പെണ്ണിൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് എല്ലാം വാരി വിതറി ഇടയിൽ. അങ്ങനത്തെ കുറച്ച് കഴിയുമ്പോൾ നിക്കാഹിന് മൈക്ക് കൊടുത്തു. തബ്ഷീർ ഉസ്താദ് ഇപ്പോൾ നിക്കാഹ് പറയും. അതിൻ്റെ മെയിൻ പ്രശ്നം വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ വരും. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർക്കും അങ്ങനെ ഉണ്ടാവും. അവർ വീഡിയോ എടുക്കുമ്പോൾ കുറേ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. പക്ഷെ എന്തായാലും രണ്ടുപേർക്കും ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ തബ്ഷീൻ്റെ നിക്കാഹ് തുടങ്ങി. ഉസ്താദ് മൈക്ക് കയ്യിലെടുത്ത് രണ്ടുപേരോടും ഒരു കാര്യം പറയുന്ന, ഒരു നിക്കാഹ് കഴിപ്പിക്കുന്ന ഒരു കർമ്മം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മാഷാ അല്ലാ ഇത്രയും നല്ല രീതിയിൽ അത് ചെയ്തു തീർത്ത ഒരു വ്യക്തിയെ തബ്ഷി ഹാറ്റ്സ് ഓഫ്. കാരണം അവനക്ക് അതിൻ്റെ ഇതുണ്ടാകും. കാരണം അവനക്ക് ഈ സ്റ്റേജ് ഫിയർ ഇല്ലല്ലോ. അവർ സ്റ്റേജിൽ അവൻ്റെ ബിസിനസ്സും അവൻ ചെയ്യുന്ന പരിപാടികൾ അങ്ങനെയുള്ളതായ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ കൂടിയാണ് ഈ മച്ചാൻ. അതുകൊണ്ട് ഇന്ന് സീനില്ല, അവനക്ക് പ്രശ്നമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ തടി. ഈ കല്യാണത്തിന് നമ്മൾ കണ്ടുമുട്ടിയാൽ ഏറ്റവും ഒരു സ്പെഷ്യൽ വ്യക്തി. ഇത് കണ്ട നിങ്ങൾക്കായിരുന്നു മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ടോബിൻ്റെ ചേട്ടൻ, ടോബിനോ തോമസ് എന്ന യുവനടൻ്റെ ചേട്ടൻ. ഇവന്മാർ കാര്യമായിട്ട് ചാൻസ് ചോദിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫുഡാണല്ലോ. കല്യാണത്തിന് പോയെങ്കിൽ ഫസ്റ്റ് നിക്കാഹ്, രണ്ടാമത്തത് ഫുഡാണ്. പക്ഷെ ഫുഡ് നമുക്ക് കുറച്ച് അവിടെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഈ പയ്യന്നൂർ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കിട്ടാൻ കുറച്ച് വൈകി ഫുഡ്. അതിൻ്റെ ചർച്ചയാണ് അവിടെ നടന്നത്. കുറച്ച് കഴിയുമ്പോൾ ഫുഡ് വന്നണ്ട, പുതിയാപ്പിള തന്നെ വിശന്ന് കൊടലുമാല കത്തിയിട്ട് ഓടിപ്പോയിട്ട് ഇരിക്കുന്നുണ്ട. നല്ല ചിക്കൻ ഫ്രൈയും നല്ല ബീഫ് ബിരിയാണി, ബീഫ് സുക്ക, പൊറോട്ട, മട്ടൻ സുക്ക, മട്ടൻ എന്തോ സാധനം. പിന്നെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ആകെ ഒരു കാസർഗോഡ് എന്ന രീതിയിൽ എനിക്ക് കുറ്റം പറയാനുള്ളത് പെപ്സി ഇല്ല. പക്ഷെ പെപ്സി ഇല്ല എന്ന് പറയുമ്പോൾ മലപ്പുറംകാർ പറയും അത് ആരോഗ്യത്തിന് നല്ലത് കൊണ്ടാണ് അവരത് നിർത്തിയത്. കുറച്ച് കാലം മുമ്പ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ അവർ നിർത്തിയത്. ഫുഡൊക്കെ കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. നല്ലതുപോലെ ഫുഡ് കഴിച്ചു, സന്തോഷമായി, ഹാപ്പി. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയില്ല. ഞങ്ങൾ 2 സീറ്റായിട്ടാണ് ഇരുന്നത്. അത് ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് നേരെ വധുവിൻ്റെ വീട്ടിലെ അവരുടെ മണിയറ കാണാൻ. അത് മൊത്തത്തിൽ മലബാർ ഏരിയയിലൊരു പരിപാടിയുണ്ട് കല്യാണത്തിൻ്റെ. വധുവിൻ്റെ വീട്ടിലെ മണിയറ കാണാൻ വരനെ ക്ഷണിക്കാറ്. അപ്പോൾ ഞങ്ങളും ടോവിനോൻ്റെ ബ്രദറും കൂടി മുകളിലേക്ക് പോയി. നല്ല തിരക്കായിരുന്നു അവിടെ മൊത്തത്തിൽ. അവിടുത്തെ ഫാമിലിയും തബ്ഷീൻ്റെ അവിടുന്ന് മലപ്പുറത്തിന് വന്ന ഫാമിലിയായിട്ട്. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ കണ്ട നല്ല മെയിനാകുന്നുണ്ട്. എന്താ ചെയ്യുക ഒന്നും അറിയില്ല. പക്ഷെ ആ പാട്ടിനൊത്ത് താളം പിടിച്ചിട്ട് നല്ല മെയിനാകുന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഒരു വൈബ് കളറാക്കി. എന്താ ചെയ്യുക, നമ്മൾ കാസർഗോഡ് കൊണ്ട് ഇതല്ലേ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ എല്ലാവരും നോട്ടപ്പുള്ളിയായിട്ട് എൻ്റെ വൈഫ് അവിടെയുണ്ട്. ഉള്ളിൽ കാണുന്നവരാണ് ടോവിനോൻ്റെ ചേട്ടൻ, ടോവിനോൻ്റെ അമ്മ, ടോവിനോൻ്റെ അച്ഛൻ. എന്താ ചെയ്യുക, നമുക്ക് ഇങ്ങനെയുള്ള കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ഫാമിലി കാണാൻ പറ്റി. അതിനിടയിലൊരു ഉപ്പപ്പ ഉണ്ട്, അതെനിക്കറിയില്ലായിരുന്നു. തബ്ഷിക്ക് തന്നെ അറിയും, തബ്ഷിയോട് തന്നെ ചോദിക്കണം. അങ്ങനെ അവനത് കഴിഞ്ഞ് പുറത്ത് വന്നു, ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. മഹറെല്ലാം കഴിഞ്ഞ ശേഷമാണ് പുറത്ത് വന്നത്. പിന്നെ ഞാൻ അവൻ്റെ റൂമൊന്ന് കണ്ടു. അത്യാവശ്യം നല്ല റൂം. പിന്നെ അവനക്ക് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ. പിന്നെ അത് കഴിഞ്ഞതാ പുതിനാട്ടി വരുന്ന പരിപാടി. ഇതാണ് പുതിനാട്ടിയെ ആനയിച്ച് കൊണ്ടുവരുന്ന മലബാർ കല്യാണത്തിൻ്റെ പ്രത്യേക ഒരു വൈബ്.
അങ്ങനെ ആ വൈബ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ പുറത്തൊരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു, ഒരു ടെറസ് ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടാകുമ്പോൾ അവിടെ കുട്ടികൾ നല്ല മറ്റേ ഇത് പാറിക്കളിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ കുറച്ച് കളികളെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ ഷാഹിദ് അവിടെ കിടന്നു. അങ്ങനെ അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ മെല്ലെ കല്യാണത്തിന് വീടിന്ന് വിട പറയുകയാണ്. കാരണം ഏകദേശം പരിപാടിയിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. തബ്ഷീൻ്റെ കൂടെ ഫോട്ടോ എടുക്കലോ നിർബന്ധമല്ലേ, കാരണം കല്യാണത്തിന് വന്നെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മളെ ജോർജിയൻ ടീംസ് മൊത്തം കൂടി ഒരു ഫോട്ടോ എടുത്തു. അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും ഹൈറ്റ് അനുസരിച്ചിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് തന്നിട്ട് പിന്നെ അവർക്ക് അപ്പോൾ ദാഹിച്ചുണ്ടായിരുന്നായിരുന്നു. അവർക്ക് ജ്യൂസ് കൊണ്ടുകൊടുത്തു സ്പെഷ്യലായിട്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ മിസ്കി, എന്താ ചെയ്യുക, ഞമ്മാണെങ്കിൽ അതിനേക്കാളും ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തബ്ഷീൻ്റെ കുറച്ച് ജ്യൂസ് അങ്ങോട്ട് ചെറുങ്ങനെ ഒന്ന് കുടിച്ചു. അതിനുശേഷം ഫോട്ടോ എടുത്ത് നമ്മൾ നൈസായിട്ട് ഇറങ്ങി. ഇത് അവരെ ആരോ ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ മെല്ലെ എല്ലാവരും ഇറങ്ങി, ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നു. പിന്നെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രം. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അത് വൈഫിൻ്റെ പേര് ഇതാണ്, സജിഹ ഷെരീഫ്. പിന്നെ നമ്മളെ തബ്ഷി മച്ചൻ. അങ്ങനെ നമ്മൾ നൈസിൽ വണ്ടി എടുത്തു മെല്ലെ വിട്ടു. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടുന്ന് മലപ്പുറത്തിന് വന്ന ചില കൂട്ടുകാരെ നമുക്ക് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി പോകാനുള്ള തയ്യാറെടുപ്പ് എല്ലാവരോടും യാത്ര പറഞ്ഞു. കാരണം ഒരുപാട് വർഷങ്ങൾക്കിടയിലാണ് ഞങ്ങൾ കാണാറ്. കാരണം ഇതൊക്കെ എൻ്റെ ജോർജിയയിലുള്ള കൂട്ടുകാരാണ് മൊത്തം എല്ലാവരും. എല്ലാവരും ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഡോക്ടേഴ്സാണ്. മാഷാ അല്ലാ. അവർ എല്ലാവരും പഠിച്ച് FMG പാസ്സായ ഒരുപാട് പേരുണ്ട്. പിന്നെ FMG എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടറായി എൻറോൾ ചെയ്ത ആളുണ്ട്. അവനാണ് റിസിൻ. ഞാനിപ്പോൾ ലാസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ടയേർഡായിരുന്നു ഞാനും വൈഫും. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കാസർഗോഡ് പോയി. നല്ല ടയേർഡായതുകൊണ്ട് നമുക്ക് എൻഡിങ് പോർഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു.